നമ്മൾ ഇന്നലെ വരെ ഫോൺ സ്ക്രീനിൽ സ്ക്രോൾ ചെയ്തിരുന്നപ്പോൾ കണ്ടിരുന്ന ആ മുഖങ്ങൾ ഇന്ന് തിയേറ്ററിലെ ബിഗ് സ്ക്രീനിൽ ക്ലോസപ്പ് ആയി കാണുമ്പോൾ എങ്ങനെയുണ്ടാകും? അതെ, പറഞ്ഞു വന്നത് നമുക്ക് ഇഷ്ടമുള്ള യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ വൈറലായ ആ മുഖങ്ങൾ സിനിമയിലെ ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്ന പുതിയ ട്രെൻഡിനെ കുറിച്ചാണ്. പണ്ട് കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലായിരുന്നു. എത്ര ഓഡീഷൻസ്, ഇയേഴ്സ് ഓഫ് വെയിറ്റിംഗ്. എന്നാൽ ഇന്ന് നമുക്ക് പെർഫോം ചെയ്യാൻ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് കേരളത്തിൽ തന്നെ നിരവധി കോണ്ടന്റ് ക്രിയേറ്റേഴ്സാണ് സിനിമാ ലോകത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ഇന്നലെ വരെ സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ് എന്ന് പറഞ്ഞിരുന്നവർ ഇന്ന് ബിഗ് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതും മെയിൻ ആയിട്ട് തന്നെ. ഇൻഡസ്ട്രി ട്രാക്കേഴ്സ് പറയുന്നതനുസരിച്ച് കഴിഞ്ഞ 2 വർഷത്തിനിടെ ഡിജിറ്റൽ ക്രിയേറ്റേഴ്സിന് ലഭിക്കുന്ന സിനിമ ഓഫേഴ്സ് ഇരട്ടിയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. കാരണം സിമ്പിളാണ്. ഇവർക്ക് ഓൾറെഡി ഇവർ ഉണ്ടാക്കിയെടുത്ത ഒരു സ്ട്രോങ് ഓഡിയൻസ് ബേസ് ഉണ്ട്. പ്രൊഡ്യൂസേഴ്സിനും ഇതൊരു സ്മാർട്ട് മൂവാണ്. കാരണം ഓൾറെഡി ഫാൻ ബേസ്, ഓപ്പണിംഗ് റീച്ച് ഗ്യാരണ്ടീഡ്, കൂടാതെ മാർക്കറ്റിംഗ് കോസ്റ്റും കുറവാണ്. എന്നാൽ ചിലരുടെ വാദം പോപ്പുലാരിറ്റി മാത്രം കൊണ്ട് സിനിമ നിലനിൽക്കില്ല എന്നാണ്. ക്രാഫ്റ്റ്, ട്രെയിനിങ്, ഡിസിപ്ലിൻ എല്ലാം ആവശ്യമാണെന്ന് പറയുന്നു. എന്നാൽ നിങ്ങൾ പറ, ടാലന്റ് ഉണ്ടെങ്കിൽ പ്ലാറ്റ്ഫോം ഒരു മാറ്റർ ആണോ? സത്യം പറഞ്ഞാൽ സ്ക്രീനിൽ എത്തുന്നത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. സ്ക്രീനിൽ നിലനിൽക്കുക എന്നതാണ് ടാലന്റ്. നാളെ ഈ പറയുന്നവർ ഒരു സൂപ്പർ സ്റ്റാർ ആയി മാറില്ലെന്ന് ആര് കണ്ടു?